ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായാലോ? ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ആലു പൊറോട്ട റെസിപ്പിയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഇത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പൊറോട്ടയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചായി ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ആഡ് ചെയ്ത് മാവ് നന്നായി നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ബട്ടറോ കൂടി ചേർത്ത് ഒന്നുകൂടി കുഴച്ച് മാറ്റി വെക്കുന്നു. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. ഇതിന് ആവശ്യമായ 3-4 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കുന്നു. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1-1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതെല്ലാം അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരുത്താം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ചാറ്റ് മസാല ചേർത്താൽ പ്രത്യേക ഫ്ലേവറും മണവുമെല്ലാം കിട്ടുന്നതായിരിക്കും. അതുപോലെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് കുറച്ച് കൂടിയിരിക്കുന്നതാണ് നല്ലത്. ചാറ്റ് മസാല നമുക്ക് ഏത് കടകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ചാറ്റ് മസാലയോ ആംചൂർ പൗഡറോ ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ പ്രധാനമായും ചേർക്കുന്ന മസാലയാണ്. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 രീതിയിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ചധികം മാവ് കയ്യിലെടുത്ത് അതിൽ കുഴി ഉണ്ടാക്കുന്നു. നമ്മൾ അടയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഇതിൽ മിഡിൽ ഒരു കുഴി ഉണ്ടാക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലവണ്ണം കുഴി ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ മസാല ചേർത്തു. ഇവിടെ ഞാൻ പൊറോട്ട പരത്താൻ വേണ്ടി ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദയാകുമ്പോൾ പൊറോട്ട പൊട്ടാതിരിക്കാനും അത് നല്ല സ്മൂത്തായി നമുക്ക് പരത്തിയെടുക്കാനും സാധിക്കും. ഇത് നിങ്ങൾക്ക് മൈദ ഉപയോഗിച്ചും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ പരത്തിയെടുത്ത് സാവധാനം കൈ കൊണ്ടും ഒന്ന് പരത്തിയെടുക്കണം. മസാലകൾ ഒന്ന് ഈവണായി എല്ലാ സൈഡിലേക്കും എത്താനാണ് ഇങ്ങനെ പരത്തുന്നത്. എന്നിട്ട് പതുക്കെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങനെ സ്ട്രോങ് ആയി പരത്തരുത്. പതുക്കെ നമ്മൾ ഒന്ന് പരത്തിയെടുക്കണം. മുകളിലേക്കൂടെ പരത്തുന്ന അത് വെച്ച് ഒന്ന് സ്മൂത്തായിട്ട് വീണ്ടും പരത്തിയെടുക്കണം. പതുക്കെ മാത്രമേ ഇത് ചെയ്തു കൊടുക്കാവൂ. ഇത് ഇന്ത്യയുടെ വെസ്റ്റേൺ നോർത്തേൺ ഭാഗത്തും പഞ്ചാബിലും എല്ലാം വളരെ പോപ്പുലറായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. സദേൺ പാർട്ട് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും ഇത് വളരെ പോപ്പുലറാണ് ആലു പൊറോട്ട. ഇതിങ്ങനെ പതുക്കെ പരത്തിയെടുക്കുന്നു. ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ പരന്നു കഴിഞ്ഞു. ഒരു പൊറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യം 2 ചപ്പാത്തി പരത്തിയെടുക്കുന്നു. ആദ്യത്തെ ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കുന്നു. രണ്ടും ഒരേ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. 2 ചപ്പാത്തി
ഇതിൽ ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പരത്തിയെടുക്കുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക്, മസാലയുടെ മുകളിലേക്ക് വന്ന് പൊറോട്ട പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിലാവശ്യമായ പൊടികൾ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തികച്ചും നോർത്ത് ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ട. ഇതിൽ ചിലവർ ഉള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ മല്ലിയില, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞങ്ങൾ ഒരു ചപ്പാത്തിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുന്നു. ഈവണായിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ പരത്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ മറ്റേ ചപ്പാത്തിയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചാണ് പരത്തുന്നത്. അരികൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് മുകളിൽ ആ കോലുകൊണ്ട് പതുക്കെ പരത്തിയെടുക്കുന്നു. അപ്പോൾ മസാലകളെല്ലാം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. മറ്റേ ചപ്പാത്തി കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. അരികൊക്കെ ഒന്ന് അമർത്തി കൊടുക്കും. വീണ്ടും പൊടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറുഭാഗത്തും ഇതേപോലെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഇത് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കും. പതുക്കെ ചെയ്താൽ മതി. എല്ലാ ഭാഗത്തേക്കും മസാല ഈവണായി സ്പ്രെഡായി ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊറോട്ട തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് രീതിയിലും, ഇപ്പോൾ ചെറുതായിട്ടും പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ചെറിയ പൊറോട്ടയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇതുപോലെ വളരെ വലിപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് തിന്നാൽ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ചുട്ടെടുക്കാനായി ഉപയോഗിക്കുന്നത് നെയ്യാണ്. നെയ്യ് ചേർത്താൽ വളരെ സ്വാദിഷ്ടമായിരിക്കും. ഇവിടെ നമ്മൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് എത്ര ചേർത്താലും പൊറോട്ടക്ക് വളരെ സ്വാദായിരിക്കും. ഇതിൻ്റെ മുകളിലും നമ്മൾ നെയ്യോ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലവണ്ണം പുരട്ടി കൊടുക്കണം. ഓരോ ഭാഗവും മറിച്ചിട്ട് വേവിക്കണം. നല്ലവണ്ണം രണ്ട് സൈഡും മൊരിയുന്നത് വരെ ചുട്ടെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും, കുട്ടികൾക്ക് സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിരിക്കും. ഇങ്ങനെ പരത്തിയെടുത്താൽ പൊറോട്ട പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഇടാൻ മറക്കരുത്. ഇനി അടുത്ത പൊറോട്ട കൂടി, നേരത്തെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത പൊറോട്ട കൂടി ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ നെയ്യ് നന്നായി തൂവിക്കൊടുക്കും. രണ്ട് സൈഡും മുരിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഇത് തികച്ചും നോർത്ത് ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ചിലവർ കേരള സ്റ്റൈലിൽ പൊറോട്ട ഉണ്ടാക്കി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ഏകദേശം
കുക്കായി കഴിഞ്ഞു. പൊറോട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ഞാൻ 3 പൊറോട്ടകൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ കഴിക്കാൻ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ തൈരോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ മസാലകൾ ഒരേപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡായി കിടക്കുന്നത് കാണാം. ഇതേപോലെ ആയിരിക്കണം ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.